ഹലോ. അപ്പോൾ ഇന്നൊരു ഹെയർ കെയർ ചെയ്യാം. വേറൊന്നുമല്ല, ഒരു ഹെന്ന ഹെയർ പാക്ക് ചെയ്യാം. താരം മാറാനും മുടി കൊഴിച്ചിൽ മാറാനും ഹെയർ നന്നായിട്ട് തന്നെ വളരാനും പെട്ടെന്ന് നമുക്ക് തിക്നെസ് കിട്ടാനും ഒക്കെ ആയിട്ട് ഈ ഒരു പാക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത്, എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഹെയർ ആണ് കേട്ടോ. നല്ല വോളിയം ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തോന്നിക്കും. അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു പാക്ക് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. 2 ഗ്ലാസ് വെള്ളം എടുക്കുക, നന്നായിട്ട് തന്നെ തിളപ്പിക്കാൻ വെക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂണോളം ചായപ്പൊടിയും കോഫി പൗഡറും ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് തന്നെ തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ തിളയ്ക്കണം, അതിനകത്തുള്ള കളറും കാര്യങ്ങളും ഒക്കെ ഇറങ്ങണം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഉലുവ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, തിളപ്പിക്കാനായിട്ട് വെക്കുക. പിന്നെ അത് മാറ്റി വയ്ക്കുക കേട്ടോ തണുക്കാനായിട്ട്. ഇനി നമുക്ക് ഹെന്ന പൗഡർ എടുക്കാം. ഞാൻ വാങ്ങിച്ചത് രണ്ട് ബ്രാൻഡായിപ്പോയി. അപ്പോൾ 2 ദിവസം 2 നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഇങ്ങനെ. അങ്ങനെ നമുക്ക് ഒരു പാത്രം എടുക്കാം, നന്നായിട്ടൊന്ന് പൊട്ടിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം 40 ഗ്രാമിൻ്റെ വീതമാണ് 2 പാക്കറ്റിലും ഉള്ളത്. 2 പാക്കറ്റിനും 2 കളറാണ് കേട്ടോ ഈ വന്നേക്കുന്നത്. ഒന്ന് കുറച്ച് ലൈറ്റും ഒന്ന് കുറച്ച് ഡാർക്കും. ഇനി നമുക്ക് നേരത്തെ തണുപ്പിക്കാൻ വെച്ച ചായപ്പൊടിയുടെ വെള്ളം എടുക്കുക, നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക, മിക്സ് ചെയ്യുക കേട്ടോ. കുറച്ച് വേണം നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നിച്ച് നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടിപ്പോവാനായിട്ട് ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് എത്രയാണോ കൺസിസ്റ്റൻസി വേണ്ടത് അധികം ലൂസ് ആവാതെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കട്ടകളൊന്നും പാടില്ല, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചായപ്പൊടിയുടെ വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത ശേഷം 2 ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2-3 നമുക്ക് എത്രയാണോ ഹെയറിന് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുക എല്ലാത്തിൻ്റെയും. ഇനി ഞാനാണെങ്കിൽ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞ ഒഴിവാക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 2 എണ്ണം പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോഴത്തേക്ക് കുറച്ച് മിക്സ് ചെയ്യാനായിട്ട് പാടായിരിക്കും, എങ്കിലും നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ എല്ലാം എടുത്തു എത്തണം, അതേപോലെ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. കുറച്ച് പാടായിരിക്കും, എങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഒരു ഓവനായിട്ട് വെച്ചിട്ട് പിറ്റേന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 ആണി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്, ഒരുപാടില്ല. നമ്മുടെ ഹെയറിൽ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് ഒരുപാട് ഡ്രൈ ആക്കാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. താരം മാറാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും അതേപോലെ തന്നെ പുതിയ മുടികളും ഒക്കെ കിളിച്ച് വരാനും അതേപോലെ തന്നെ നല്ല ഒരു വോളിയം പെട്ടെന്ന് തന്നെ നമുക്ക് ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മളിത് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഡബിളായിട്ടുള്ള ഒരു തിക്നെസ്സും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തോന്നിക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ നമുക്കിത് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 വട്ടോ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. സ്കാൽപ്പിലും ലെങ്തിലും ഒക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വകച്ചിലെടുത്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ഹെയറിൻ്റെ ഫുള്ള് ലെങ്ത് വരെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്കാണെങ്കിൽ ഒരു 2 മണിക്കൂർ മാക്സിമം നമ്മളിത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു കണക്ക് അങ്ങനെയാണ്, 2 മണിക്കൂർ ഞാൻ എൻ്റെ ഹെയറിൽ അങ്ങനെയാണ് വെക്കുന്നത്. അങ്ങനെ നമുക്കിതെല്ലാം കൂടെ ചുറ്റി കെട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കൊരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം 2 മണിക്കൂറിന് ശേഷം കേട്ടോ. ഹെയറൊക്കെ എങ്ങനെയാണോ കെട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ കെട്ടി വെച്ച ശേഷം 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും